ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്രീമി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റ് ആട്ടോ ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം കത്തി കൊണ്ട് ദേ ഇതുപോലെ കുത്തി കൊടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, കോൺഫ്ലവർ ഈ 4 സാധനം ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അതായത് ആ കോൺഫ്ലവർ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടായിരിക്കണം. ഈ പ്രോസസ്സ് ഇതിൻ്റെ 2 സൈഡും ചെയ്തെടുക്കണം കേട്ടോ, സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച്. അങ്ങനെ നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ബട്ടറും കൂടി ഇട്ടതിന് ശേഷം ഇത് ചൂടാകുമ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 20 മിനിറ്റ്സ് ആട്ടോ എനിക്ക് ചിക്കൻ മൊത്തത്തിലൊന്ന് കുക്കാവാൻ വേണ്ടി എടുത്തത്. ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ ഗ്രേവി റെഡിയാക്കാം. ഈ സെയിം പാനിലേക്ക് ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചില്ലിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സോട്ടാകുമ്പം അതിനകത്തേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ട സാധനമാണ് ചീസ്. കുറച്ച് അധികം തന്നെ ചീസ് ഇട്ട് കൊടുക്കണേ. ചീസ് മെൽറ്റായി കഴിയുമ്പം നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഒരു 270 ml ബോട്ടിലിൻ്റെ പകുതിയോളം ക്രീം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. പിന്നെ ഈ ഗ്രേവി പിന്നെയും തിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടതാണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രത്തോളം എരിവ് വേണമെന്ന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒരു സൈഡ് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ടൊമാറ്റോയും വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് കൊറിയാണ്ടർ ലീഫ് ഇടുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീമി ചിക്കൻ റെഡിയായി.